ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർ ഇന്നത്തെ മത്സരം കളിച്ചിരുന്നില്ല. ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ മത്സരത്തിൽ നിന്നും നെയ്മർ മാറി നിന്നിട്ടുള്ളത്. നമുക്കറിയാം, ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്താനുള്ള ഒരുക്കത്തിലാണ് നെയ്മർ ഉള്ളത്. ആ സമയത്ത് റെസ്റ്റ് എടുത്തു എന്നുള്ളത് നെയ്മറെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്ലോബോയും യുഎല്ലും ഒക്കെ ഒരുപാട് വിശകലനങ്ങളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത്, ആഞ്ചലോട്ടിയും CBFും നെയ്മറുടെ കാര്യത്തിൽ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിരുന്നു. ഇത്തവണ നെയ്മറെ കൊണ്ടുവരാൻ കഴിയും എന്നായിരുന്നു അവരുടെ പ്രതീക്ഷകൾ. അതുകൊണ്ട് തന്നെയായിരുന്നു നെയ്മറെ വീക്ഷിക്കാൻ വേണ്ടി കാർലോ ആഞ്ചലോട്ടിയും അദ്ദേഹത്തിന്റെ സ്റ്റാഫും തീരുമാനിച്ചത്. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ കളിക്കേണ്ടതില്ല എന്ന തീരുമാനം നെയ്മറും സാന്റോസും എടുത്തത് ഈ ബ്രസീലിയൻ പരിശീലകനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തെ നിരാശപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം നെയ്മർ ജൂനിയർ തൻ്റെ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്നത്തെ വിശ്രമം. പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാത്ത അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് തന്നെയാണ് പരിശീലകന്റെ ഒരു തീരുമാനമായി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നെയ്മറുടെ സാധ്യതകൾ മങ്ങി തുടങ്ങി എന്നാണ് ഒട്ടുമിക്ക ബ്രസീലിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ സാധ്യതകൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. എന്തെന്നാൽ അടുത്ത കൊറിന്ത്യൻസിനെതിരെയുള്ള മത്സരം വളരെ നിർണായകമാണ്. ആ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയാൽ, തൻ്റെ ഫിറ്റ്നസ് തെളിയിച്ചു കഴിഞ്ഞാൽ നെയ്മർക്ക് ടീമിനകത്ത് കയറി പറ്റാം. എന്നിരുന്നാലും താരത്തിൻ്റെ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ CBFും ആഞ്ചലോട്ടിയും ഒക്കെ ആശങ്കാകുലരാണ്. നെയ്മർ ഇല്ലാതെയും ഒരു മികച്ച ടീമിനെ അടുത്ത സൗഹൃദ മത്സരങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ഇപ്പോഴും ഈ പരിശീലകനുണ്ട്. ഇതാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത്, ഇന്നത്തെ മത്സരത്തിൽ നെയ്മർക്ക് കളിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ, തൻ്റെ ഫിറ്റ്നസ് തെളിയിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യതകൾ വളരെയധികം ഉയരുമായിരുന്നു. പക്ഷെ അതിപ്പോൾ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരൊറ്റ മത്സരം മാത്രമാണ് നെയ്മർക്ക് മുന്നിൽ പ്രൂവ് ചെയ്യാൻ അവശേഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.